നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, നമുക്കറിയാം ഇലക്ഷൻ്റെ തലേ ദിവസം വരെ ഇവിടെ ഏറ്റവും ചർച്ചയായിട്ടുണ്ടായിരുന്ന പേരാണ് രേവന്ത് റെഡ്ഡിയുടേത്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം വാക്പോരിൽ ഏർപ്പെട്ടത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത്. പല ദേശീയ നേതാക്കൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ പരിപാടികളിൽ എത്തിയിരുന്നു. അതിലൽപ്പം ശ്രദ്ധ നേടിയത് ഒരുപക്ഷെ രേവന്ത് റെഡ്ഡിയുടെ ചില വാക്കുകളായിരിക്കാം. അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പോ മോനെ വിജയ എന്നൊരു സിനിമ ഡയലോഗ് അദ്ദേഹം പറയുകയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടിയായിട്ട് വാർത്താ സമ്മേളനത്തിനിടയിൽ ഡാഷ് മോനെ രേവന്ത നിനക്കുള്ള മറുപടി വരുന്നുണ്ട് എന്ന് പറഞ്ഞതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. കാരണം നമുക്കറിയാം, സാധാരണ മലയാളികൾ ഈ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നത് ചില ചീത്ത വാക്കുകൾ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളെ മോശം പദപ്രയോഗം നടത്താനായിട്ടാണ് സാധാരണ ഈ ഒരു പ്രയോഗം, ഡാഷ് മോനെ എന്നുള്ളൊരു പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ഇത്രയും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ളൊരു വാക്പോര് നടത്തിയത് അത് വളരെ മോശമായി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാമായിരുന്നുവെങ്കിലും വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ കുറുക്കിക്കൊള്ളുന്ന പോലെ തന്നെ പ്രതികരിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതികരിക്കരുതായിരുന്നു. ആ മുഖ്യമന്ത്രി കസേരയുടെ അന്തസ്സിന് യോജിച്ച തരത്തിലുള്ള പ്രതികരണമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ആ ഒരു പ്രയോഗമൊക്കെ നടത്തിയിട്ടും രേവന്ത് റെഡ്ഡി അടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പിന്നീട് അദ്ദേഹം ഒരു പ്രചാരണ പരിപാടിയിൽ കേരളത്തിൽ വന്നപ്പോഴും വീണ്ടും മുഖ്യമന്ത്രിയെ ഈ പോ മോനെ വിജയ എന്നുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തുകയുമുണ്ടായി. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് ചെയ്യുന്ന ചില പ്രവർത്തികൾ കൊണ്ട് വീണ്ടും ചില ശ്രദ്ധ നേടുകയാണ്. മറ്റൊന്നുമല്ല, തെലങ്കാനയിലെ എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹം സൗജന്യ സാരി വിതരണം നടത്താനായിട്ട് പോവുകയാണ്. ഇതാദ്യമായിട്ടല്ല, ഇതിനു മുൻപും ഇത്തരത്തിൽ സൗജന്യ സാരി വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ വർഷം അതിനുള്ള നീക്കങ്ങൾ തുടങ്ങാനൊരുങ്ങുകയാണ് തെലങ്കാന സർക്കാർ. ഇന്ദിരാമ സാരി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തുള്ള എല്ലാ സ്ത്രീകൾക്കും സാരി എത്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. 2025 നവംബറിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ ഇത്തവണ പുത്തൻ നിറത്തിലും ഡിസൈനിലുമുള്ള സാരികളാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 86 ലക്ഷം സാരികളാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്തത്. കഴിഞ്ഞ തവണ നീല നിറത്തിലുള്ള സാരിയായിരുന്നുവെങ്കിൽ ഇത്തവണ തത്തമ പച്ച നിറത്തിലുള്ള സാരികളാണ് വിതരണം ചെയ്യുക. ഈ സാരികൾക്ക് ചുവന്ന നിറത്തിലുള്ള ബോർഡറും ഉണ്ടാകും. 1 കോടി സാരികൾ നിർമ്മിക്കാനാണ് തെലങ്കാന സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ ഓർഡർ നൽകിയിരിക്കുന്നത്. അതായത് ഏകദേശം 450 കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചിലവഴിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ തവണയും ഒരേ നിറത്തിലുള്ള ഡിസൈനിലുള്ള സാരിക്ക് പകരം വ്യത്യസ്ത ഡിസൈനുകൾ നൽകണമെന്നുള്ളത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നിർദ്ദേശമായിരുന്നു. ഒക്ടോബർ മാസത്തോടെ സാരികളുടെ നിർമ്മാണം പൂർത്തിയാക്കി പിന്നീടുള്ള നവംബർ മാസത്തിൽ അത് വിതരണം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുമ്പ് ഘട്ടം ഘട്ടമായിട്ടായിരുന്നു വിതരണമെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഒരേ സമയം സാരി ലഭിക്കും. സിർസില, കരീംനഗർ, വാറങ്കൽ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലെ നെയ്ത്തുകാരാണ് സാരികൾ നെയ്യുന്നത്. ഈ പദ്ധതിയിലൂടെ പ്രാദേശിക നെയ്ത്ത് തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ലഭിക്കുന്നത്. അവർക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും. സ്ത്രീ ശാക്തീകരണത്തിനും പ്രാദേശിക നെയ്ത്തുകാരെ സഹായിക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ ഈ പദ്ധതി ആരംഭിച്ചത്. സിർസില, കരീംനഗർ, വാറങ്കൽ ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലെ നെയ്ത്തുകാരെ ഈ ഉൽപാദന പ്രക്രിയയിൽ പങ്കാളികളാക്കും. ഇത് പ്രാദേശിക നെയ്ത്ത് തൊഴിലാളികൾക്ക് വലിയ രീതിയിൽ തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ സഹായിക്കും. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായും പ്രാദേശിക നെയ്ത്തുകാരെ സഹായിക്കുന്നതിനുമാണ് സർക്കാർ ഈ പദ്ധതിയുമായി മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 19 അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് 86 ലക്ഷം സാരികൾ വിതരണം ചെയ്തിരുന്നത്. ഈ വർഷവും അതേ രീതിയിൽ വിതരണം നടത്തുന്നതിനായിട്ടാണ് ഒക്ടോബറോടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ 86 ലക്ഷം സാരികളാണ് വിതരണം
ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ അത് 1 കോടിയായിട്ട് സാരി നിർമ്മാണം പൂർത്തിയാക്കാനാണ് തെലങ്കാന മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള നെയ്ത്ത് തൊഴിലാളികൾക്കൊക്കെ തന്നെ അതൊരു തൊഴിൽ മാർഗമാകും എന്നുള്ള ഒരു ലക്ഷ്യം കൂടി തെലങ്കാന സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ട്. ഏതായാലും ഇത്തവണയും ആ പദ്ധതി മുടങ്ങാതെ തന്നെ നടപ്പിലാക്കാൻ തന്നെയാണ് തെലങ്കാന സർക്കാർ, രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും ഇപ്പോൾ ദേശീയ പ്രാധാന്യമടക്കം ഈ ഒരു വാർത്ത നേടുന്നത്.